പൈദൽ സെ ഹവായി ജഹാസ് തക്, നടത്തം മുതൽ വിമാനം വരെ. മനുഷ്യൻ്റെ ആദ്യകാലങ്ങളിൽ മനുഷ്യന് യാത്ര ചെയ്യാൻ വാഹനങ്ങൾക്ക് പകരം നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അന്നൊന്നും വാഹനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടില്ലായിരുന്നു. പിന്നീട് ഓരോ ചക്രം പിടിക്കപ്പെട്ടു. അതിന് ശേഷം മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അതിൻ്റെ ശേഷം എൻജിൻ്റെ വാഹനങ്ങൾ, ഇപ്പോൾ വിമാനം, അല്ലേ? അപ്പോൾ അങ്ങനെ യാത്രക്ക് വേണ്ടിയിട്ട് മനുഷ്യന് ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഹമാരി ജറൂറത്തെ ഏക് ജഗ രഹനെ സെ പൂരി നഹീ ഹോത്തെ. നമ്മുടെ അത്യാവശ്യങ്ങൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ട് പൂർത്തിയാകുന്നില്ല. ഹമാരി നമ്മുടെ, ആദ്യം ഹെഡിങ്ങിൻ്റെ അർത്ഥം നോക്കാം. പൈദൽ എന്ന് പറഞ്ഞാൽ നടത്തം. പൈദൽ സെ നടത്തം മുതൽ, ഹവായി ജഹാസ് തക് വിമാനം വരെ. ഹമാരി നമ്മുടെ, ജറൂറത്തെ അത്യാവശ്യങ്ങൾ, ഏക്ക് ഒരു, ജഗ സ്ഥലം, രഹനെ സെ താമസിക്കുന്നതിൽ നിന്ന്. അപ്പോൾ ഹമാരി ജറൂറത്തെ നമ്മുടെ അത്യാവശ്യങ്ങൾ, ഏക്ക് ജഗ രഹനെ സെ ഒരു സ്ഥലത്ത് താമസിക്കുന്നതിൽ നിന്ന്, പൂരി നഹി ഹോത്തെ പൂർത്തിയാവുകയില്ല. ഇസ്ലിയെ ഇക്കാരണത്താൽ, ഹമേ നമുക്ക്, ഏക്ക് ജഗ സെ ഒരു സ്ഥലത്ത് നിന്ന്, ദൂസരി ജഗ ജാനെ കി ജറൂറത്ത് പഡ്തി ഹെ രണ്ടാമത്തെ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടാകുന്നു. പഹലെ ആദ്യം, ഇൻസാൻ മനുഷ്യൻ, ഹർ ജഗ പൈദൽ ഹി ആത്താ ജാത്താ താ മനുഷ്യൻ നടന്നിട്ട് തന്നെയായിരുന്നു വരികയും പോവുകയും ചെയ്തിരുന്നത്. സാമാൻ ബി വോ അപ്നെ സർ യാ പീഠ് പർ ലാദ് കർ ലേ ജാത്താ താ. വസ്തുക്കളും, വോ അദ്ദേഹം, അപ്നെ തങ്ങളുടെ, സർ എന്ന് പറഞ്ഞാൽ തല, യാ പീഠ് പറഞ്ഞാൽ മുതുക്, അതിൻ്റെ മേൽ, ലാദ് കർ എന്ന് പറഞ്ഞാൽ ചുമന്നിട്ട്, ലാദ് കർ എന്ന് പറഞ്ഞാൽ ലാദിന് പറഞ്ഞാൽ ചുമക്കുക. അപ്പോൾ ലാദ് കർ ചുമന്നിട്ട്, ലേ ജാത്താ താ കൊണ്ടുപോയിരുന്നു. അപ്പോൾ വസ്തുക്കളും തൻ്റെ തലയിലോ മുതുകുമേലോ ഒക്കെ ചുമന്നിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ആദ്യത്തിൽ വാഹനങ്ങളില്ലായിരുന്നു അർത്ഥം. ഏക്ക് സമാനത്തേക്ക് ഒരു കാലം വരെ, ഇസി തൊറ ഇപ്രകാരം, ഇൻസാൻ കാ കാം ചൽത്താ രഹ മനുഷ്യൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരുന്നു. ഇൻസാൻ കാ കാം മനുഷ്യൻ്റെ ജോലി, ചൽത്താ രഹ നടന്നുകൊണ്ടിരുന്നു. അപ്നി ജറൂറത്തോं തങ്ങളുടെ അത്യാവശ്യങ്ങളെ, പൂരാ കർനെ കെ ലിയെ പൂർത്തിയാക്കാൻ വേണ്ടി, ഉസ്നെ ആസ്പാസ് കാ ജായിസ ലിയ അവൻ ചുറ്റുപാടും നിരീക്ഷണം നടത്തി. ജായിസ ലേന എന്ന് പറഞ്ഞാൽ നിരീക്ഷണം നടത്തുന്നതിനെ പറയാം. തോ അപ്പോൾ ഉസ്കി സമജ് മേ യേ ബാത്ത് ആയി അവൻ്റെ മനസ്സിൽ ഇക്കാര്യം വന്നു. കെ എന്തെന്നാൽ, കുച്ച് ജാൻവർ സവാരി അവർ ഭൂജ് ഢൂനെ കെ കാം ആ സക്തേ ഹൈ. ചില എന്താണ് കെ എന്തെന്നാൽ, കുച്ച് ജാൻവർ അവൻ്റെ മനസ്സിൽ ഇക്കാര്യം വന്നു. കെ എന്തെന്നാൽ, കുച്ച് ജാൻവർ ചില മൃഗങ്ങൾ, സവാരി യാത്ര, അവർ ഭൂജ് ഢൂനെ, ഭൂജ് എന്നാൽ ഭാരം, ഢൂനെ എന്നാൽ വഹിക്കുക. അപ്പോൾ ഭാരം വഹിക്കുന്നതിൻ്റെ, ഭൂജ് ഢൂനെ കെ ഭാരം വഹിക്കുന്നതിൻ്റെ, കാം ആസക്തേ ഹൈ കാം ആന എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുക. അപ്പം അതിൻ്റെ അങ്ങനെയുള്ള ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് അവനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ചില മൃഗങ്ങളെ കൊണ്ട് ഭാരം ചുമക്കാൻ കഴിയുന്ന ആ ഒരു ഉപകാരം എടുക്കാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി. എനിക്ക് ഒന്നുകൂടി വായിച്ചു നോക്കി. ഉസ്കി സമജ്മേ അവൻ്റെ മനസ്സിൽ, യേ ബാത്ത് ആയി ഇക്കാര്യം വന്നു. കെ എന്തെന്നാൽ, കുച്ച് ജാൻവർ ചില മൃഗങ്ങൾ, സവാരി യാത്രക്ക്, അവർ പിന്നെ ഭൂജ് ഢൂനെ കെ കാമാസക്തേ ഹേ ഭാരം ചുമക്കുന്നതിൻ്റെ ഉപകാരപ്പെടുന്നു എന്നുള്ളത് അവൻ മനസ്സിലാക്കി. ഉസ്നെ അവൻ, ഗോഡെ കുതിര, ഹാത്തി ആന, ബേല് കാള, ഊണ്ട് ഒട്ടകം, അവർ ഹച്ചറ കഴുത, വോയറ ജയ്സെ അതുപോലെയുള്ള മറ്റു ജയ്സെ ഇതുപോലെയുള്ള ജാൻവറോൻസെ മൃഗങ്ങളെ കൊണ്ട്, കാം ലേന ഷുറൂ കിയ ഉപകാരം എടുക്കാൻ തുടങ്ങി. കാം ലേന ഉപകാരം എടുക്കാൻ ഷുറൂ കിയ തുടങ്ങി. ലേക്കിൻ പക്ഷേ, ഇസ്മേ മുഷ്കിൽ യേ തി ഇതിലുള്ള ബുദ്ധിമുട്ട് ഇതായിരുന്നു. എന്തെന്നാ ഇതിലുള്ള ബുദ്ധിമുട്ട് എന്താ?
दूर जाने में बहुत वक्त लग जाता था. ദൂരത്ത് പോകാൻ വേണ്ടി ഒരുപാട് സമയം എടുത്തിരുന്നു എന്നർത്ഥം. വക്ത് ലഗ് ജാന എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടേണ്ടി വന്നിരുന്നു എന്നർത്ഥം. ഇസ്മേ ഇതിൽ മുഷ്കിൽ ബുദ്ധിമുട്ട് തി ഇതായിരുന്നു. എന്തെന്നാൽ ദൂർ ജാനേമേ ദൂരം പോകുന്നതിൽ ബഹുത്ത് വക്ത് ഒരുപാട് സമയം ലഗ് ജാത്ത. ലഗ് ജാന എന്ന് പറഞ്ഞാൽ ഹോ ജാന എന്നർത്ഥം, അതായത് ഒരുപാട് സമയമായിരുന്നു എന്നർത്ഥം. इंसान के शोर ने तरक्की की तो उसने पहिया ഈജാദ് कर लिया. മനുഷ്യൻ്റെ ബോധം അതിനൊന്നും കൂടി പുരോഗതി വന്നപ്പോൾ തറക്കിന പുരോഗതി അപ്പോൾ ഉസ്നെ പഹിയ അവൻ ചക്രം ഈജാദ് കർലിയ കണ്ടുപിടിച്ചു. ഈജാദ് കർണാന് കണ്ടുപിടിക്കാം. ഫിർ പിന്നെ ഉസ്നെ ദോ पहियों पर चलने वाली गाड़ियां बना ले. പിന്നെ അവൻ ദോ पहियों രണ്ട് ചക്രങ്ങളുടെ പെർ മേൽ ചലനെ വാലി ചലിക്കുന്ന ഗാഡിയ വാഹനങ്ങൾ ബനാലെ ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കിയെന്നർത്ഥം. ബനാലിയാണ് ഉണ്ടാക്കി. ബനാലെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുണ്ടാക്കി. ഉൻ ഗാഡിയോ കോ ജാൻവർ ഖീഞ്ചിനെ ലഗെ. ഉൻ ഗാഡിയോ കോ ജാൻവർ ഖീഞ്ചിനെ ലഗെ. ആ വാഹനങ്ങളെ, രണ്ട് ചക്രമുള്ള വാഹനങ്ങളെ മൃഗങ്ങൾ വലിക്കാൻ തുടങ്ങി. അബ് ഇപ്പോൾ ഭാരി സെ ഭാരി സാമാൻ और ज़्यादा से ज़्यादा लोग उन सवारियों के ज़रिए आसानी से एक जगह से दूसरी जगह आने जाने लगे. അബ് ഇപ്പോൾ ഭാരി സെ ഭാരി ഭാരമുള്ള, കൂടുതൽ ഭാരമുള്ള എന്നർത്ഥം. സാമാൻ വസ്തുക്കൾ, അവർ ജ്യാദ സെ ജ്യാദ കൂടുതൽ ലോഗ് ജനങ്ങൾ, ഉൻ സവാരിയോ കെ ജരിയെ ആ വാഹനങ്ങൾ മുഖേന, ആസാനീസെ എളുപ്പത്തിൽ, ഏക് ജഗാസെ ഒരു സ്ഥലത്ത് നിന്ന്, ദൂസരി ജഗ മറ്റൊരു സ്ഥലത്തേക്ക്, ആനെ ജാനെ ലഗെ വരാനും പോവാനും തുടങ്ങി. ജബ് ഇൻസാൻ को भाप की कुव्वत का अंदाज़ा हुआ तो उसने भाप से चलने वाला എൻജിൻ बना लिया. അപ്പോൾ ഇവിടെ ഒരു പേജായിട്ടുണ്ട്. ഇൻഷാല്ല ഇതുവരെ ഉള്ളത് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഇൻഷാല്ല ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കുക. 2 പേജുകൾ കൂടി ഉണ്ട്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതുവരെയുള്ളത് വായിച്ച് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.